ഹായ് ഓൾ, SSLC റിസൾട്ടൊക്കെ വന്ന് എല്ലാവരും സന്തോഷത്തിലായിരിക്കും അല്ലേ? അപ്പോൾ ഇനി ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ആ ഒരു കടമ്പയിലേക്ക് നമ്മൾ ഇതാ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും സന്തോഷത്തിലാണ്. ഇനി +1 ആണ് നമുക്ക് മുമ്പിലുള്ളത്. +1ലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇനിയുള്ള കൺഫ്യൂഷൻസ് വരുന്നത്. അപ്പോൾ മക്കളെ, ഏകൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഇനി കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ കൂടെ ഏകൻ ഉണ്ടാവും. അപ്പോൾ +1ലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിയാലോ, സിംഗിൾ വിൻഡോ ആണ് അല്ലേ നമ്മുടെ അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ഏകജാലകത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. മക്കളെ, മെയ് 16-ാം തീയതിയാണ് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത്. മെയ് 25 കൂടി നമുക്ക് ആ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് അവസാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയ് 29-ന് നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അതുപോലെ തന്നെ നമ്മുടെ ജൂൺ 5-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റും ജൂൺ 12-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റും ദെൻ 19-ാം തീയതി ജൂൺ 19-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റും വരും. അത് കഴിഞ്ഞ് ജൂൺ 24-ാം തീയതിയോടുകൂടി നമ്മുടെ +1ൻ്റെ ക്ലാസ് ആരംഭിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ജൂലൈ 31 കൂടി നമ്മുടെ ഈ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ അവസാനിക്കും. ദെൻ നിങ്ങൾക്ക് +1 പഠിക്കാം, ദെൻ പിന്നെ നമുക്ക് +2 ഒക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച് വെക്കേണ്ടത്, ഏത് സ്ട്രീമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് വെക്കണം. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എന്തായി തീരണം, ഏത് ജോബാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ഏത് സ്ട്രീമാണ് എടുക്കേണ്ടത്. പല ഓപ്ഷൻസും പലരും, നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ പാരൻസ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, പലരും പറയും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതിനു വേണ്ടി നിങ്ങൾ ഏത് സ്ട്രീം എടുക്കണമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് ഹെൽപ്പ് നേടാം. അതുപോലെ ഏകൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഇങ്ങോട്ട് വിളിച്ചോളൂ, നമുക്ക് അതും ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് 16-ാം തീയതി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ദെൻ 25-ാം തീയതിയോട് കൂടി അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അവസാനിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വേണം. ഈ ഒരു കുറഞ്ഞ സമയത്തിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക ഏത് സ്ട്രീമാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.